ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനുമൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്പാനിഷ് ഓംലെറ്റ് തയ്യാറാക്കിയാലോ? വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. കുറച്ച് ചേരുവകളും മതി. അതിനായി 3 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ഒനിയനും നമുക്കെടുക്കാം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആദ്യം ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ആദ്യം ഒന്ന് ഫ്രൈ ആയി വരണം. അതിനോടൊപ്പം തന്നെ സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം. ഇടയ്ക്കൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. സവാള നന്നായി വാടി വരണം. ഓംലെറ്റ് ഉണ്ടാക്കാനായി 4 മുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായി അതൊന്ന് ബീറ്റ് ചെയ്യാം. ഉരുളക്കിഴങ്ങും സവാളയും വഴറ്റി വച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനൊപ്പം തന്നെ സ്പ്രിംഗ് ഒനിയൻ ആഡ് ചെയ്യുന്നതും നല്ലതാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൈഡിലുമെല്ലാം ഓയിലൊന്ന് പുരട്ടി കൊടുക്കണം. മുട്ട മിക്സ് ചെയ്ത് വെച്ചിരുന്നത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് നിരത്തി കൊടുക്കണം. ഒരു 4 മിനിറ്റോളം നമ്മളിപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. സൈഡിൽ നിന്നെല്ലാം നന്നായി വിട്ട് വരുന്നുണ്ട്. നമുക്കിനി അത് തിരിച്ചിട്ട് കൊടുക്കണം. അതിനായി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അതിനുശേഷം പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം. 1/2 സ്പൂൺ എണ്ണ വേണമെങ്കിൽ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടേ. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.